നമ്മൾ ഇന്ന് ലെബിക് തിയറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് എഫ് എന്താണ്, ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ് ഓൺ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ, ദാറ്റ് ഈസ് ക്ലോസ്ഡ് എ ബി ആണ്. ഇനി ഇതൊരു ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ ആണ്. എഫ് റീമെയിൻ ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് എ ബി ആവും എപ്പോഴാണ് ദ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഓഫ് ക്ലോസ്ഡ് എ ബി അറ്റ് വിച്ച് എഫ് ഫെയിൽസ് ടു ബി കണ്ടിന്യൂസ് ഹാസ് സീറോ മെഷർ. അതായത് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഓഫ് ക്ലോസ്ഡ് എ ബിയിലെ കുറച്ച് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഉണ്ട്, അവിടെ എഫ് എന്താണ്, ഫെയിൽസ് ടു ബി കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ്, മെഷർ സീറോ ആണ്. അതായത് എഫ് ഫെയിൽ ആവുന്ന ആ ഒരു പോയിന്റിൽ എന്തായിരിക്കും, മെഷർ സീറോ ആയിരിക്കും. ഇനി പ്രൂഫ് എന്താണ്, എഫ് റീമെയിൻ ഇൻറ്റഗ്രബിൾ ആണെന്ന് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അതായത് എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ക്ലോസ്ഡ് എ ബി ആണ്. ഇനി നമുക്ക് എന്താ അറിയാം, ക്ലോസ്ഡ് റീമെയിൻ ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ, അതായത് എ ടു ബി ബാർ എഫ് ഈക്വൽ ടു എ ബാർ ടു ബി എഫ് ആണ്. ഓക്കെ, അതായത് എന്താണ്, സീക്വൻസ് ഓഫ് പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് എ ബി എന്താണ്, ലെറ്റ് പി. അതായത് ഇതിൽ സീക്വൻസ് ഓഫ് പാർട്ടീഷനെ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്, സീക്വൻസ് പി എനും സീക്വൻസ് പി എൻ ഡാഷും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ അറിയാം, ലിമിറ്റ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി യു എഫ് പി എൻ മൈനസ് യു എഫ് പി എൻ ഡാഷ് ഈക്വൽ ടു സീറോ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇവിടെ യു എഫ് പി എൻ എന്താണ്, ഇത് അപ്പർ പാർട്ടീഷനും ഇത് ലോവർ പാർട്ടീഷനും ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഇനി റിഫൈൻമെൻറ്റ് ഓഫ് പാർട്ടീഷൻ എന്താണ്, ഇൻക്രീസിങ് ആണ്, ഇൻക്രീസിങ് ദ ലോവർ സം ആണ്. ഓക്കെ, റിഫൈൻമെൻറ്റ്സ് ഓഫ് പാർട്ടീഷൻ ഇൻക്രീസ് ദ ലോവർ സം ആണ് ആൻഡ് ഡിക്രീസ് ദ അപ്പർ സം ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ദ പി എൻ ബൈ എ റിഫൈൻമെൻറ്റ് പി വൺ പി ടു എക്സെട്ര പി എൻ കോമ പി വൺ ഡാഷ് പി ടു ഡാഷ് എക്സെട്ര പി എൻ ഡാഷ്. ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്യുന്നു. നമ്മൾ വിഷ്വൽ അഗെയിൻ എന്ത് ചെയ്യുന്നു, ഡിസിഗ്നേറ്റ് ദ റിഫൈൻമെൻറ്റ് ബൈ സീക്വൻസ് പി എൻ ആണ്. അതായത് നമുക്ക് എന്തറിയാം, പി എൻ പ്ലസ് വൺ സബ്സെറ്റ് ഓഫ് പി എൻ ആയിരിക്കില്ല, അതായത് പി എൻ പ്ലസ് വൺ റിഫൈൻമെൻറ്റ് ഓഫ് പി എൻ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, പി എൻ ഈക്വൽ ടു പി എൻ ഡാഷ് എന്ന് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ്, ഫോർ ഇൻഡെക്സ് എന്നിൽ നമ്മൾ ഒരു ഫൈ എന്നിനെ ഡിഫൈൻ ചെയ്യാണ്, സൈ എന്നിനെ ഡിഫൈൻ ചെയ്യാണ്. ഫൈ എൻ ലോവർ സ്റ്റെപ്പ് ഫംഗ്ഷനും സൈ എൻ എന്താണ്, അപ്പർ സ്റ്റെപ്പ് ഫംഗ്ഷനുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എൽ എഫ് പി എൻ ഈക്വൽ ടു എന്താണ്, ഇൻറ്റഗ്രൽ ഓവർ എ ബി ഫൈ ആൽഫി യു എഫ് പി എൻ എന്താണ്, സൈ ഇൻറ്റഗ്രൽ ഓവർ എ ബി സൈ എന്നും ആണെന്ന് എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫൈ എന്നിൻ്റെയും സൈ എന്നിൻ്റെയും എന്താണ്, ഇവരെന്താണ്, സീക്വൻസ് ഓഫ് ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫൈ എൻ ലെസ് ആൻ ഈക്വൽ ടു എഫ് ലെസ് ആൻ ഈക്വൽ ടു സൈ എൻ ആണ്. ഇനി നമുക്ക് അതേപോലെ എന്താ അറിയാം, ഫൈ എൻ ഇൻക്രീസിംഗ് ആണ്, സൈ എൻ ഡിക്രീസിംഗ് ആണല്ലോ ഇതിൻ്റെ രണ്ടിൻ്റെയും സീക്വൻസ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ ഓവർ എ ബി സൈ എൻ മൈനസ് ഫൈ എൻ എന്തായിരിക്കും, ലിമിറ്റ് രണ്ടിനും കൊടുക്കുക, ഇൻറ്റഗ്രൽ സെപ്പറേറ്റ് കൊടുക്കുക. സോ ഇത് നമുക്ക് യു എഫ് പി എൻ ആണെന്നറിയാം, ഇത് എൽ എഫ് പി എൻ ആണ്. സോ ആ ലിമിറ്റിനെ കോമൺ എടുക്കുമ്പോൾ ഇത് നമുക്ക് സീറോ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ മുമ്പ് ഒരു ലെമ്മ പഠിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്താ അറിയാം, ഫൈ എൻ കൺവേർജസ് ടു എഫും സൈ എൻ കൺവേർജസ് ടു എഫും പോയിന്റ് വൈസ് ഓൺ എ ബി ആണ്. ഓക്കെ, ഇനി ദ സെറ്റ് ഓഫ് പോയിന്റ്സ് എക്സ് അറ്റ് വിച്ച് ഐദർ സൈ എൻ ഓഫ് എക്സ് ഓർ ഫൈ എൻ ഓഫ് എക്സ് ഫെയിൽസ് ടു കൺവേർജ് ഹാസ് മെഷർ സീറോ. സെറ്റ് ഓഫ് പോയിന്റ്സ് എക്സിലാണ് എന്ത്, ഫൈ എൻ ഓഫ് എക്സ് അല്ലെങ്കിൽ സൈ എൻ ഓഫ് എക്സ് എന്ത് ചെയ്യുന്നത്, ഫെയിൽ ടു കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ആണ് അവിടെ മെഷർ സീറോ ഉള്ളത്. സോ നമ്മളൊരു ഇന്ന് എടുക്കുകയാണ്. ഇ എന്താണ്, എക്സ് ബിലോങ്സ് ടു ക്ലോസ് ടു 0,1 ആണ്. ഇവിടെ ഫൈനും സൈനും എന്താണ്, ഫെയിൽ ടു കൺവേർജസ് ടു എഫ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്തറിയാം, മെഷർ ഓഫ് ഇ എന്താണ്, സീറോ ആണ്. നമ്മളൊരു ഇ നോട്ടിന് എടുക്കുകയാണ്, അതെന്താണ്, യൂണിയൻ ഓഫ് സി ആണ്. അതേപോലെ സെറ്റ് ഓഫ് പാർട്ടീഷൻ ആണ്, പോയിന്റ്സും പി എൻ ഡാഷ് ഓഫ് എക്സ് ആണ്. ഓക്കെ, ഇനി ഇ നോട്ട് എന്താണ്, യൂണിയൻ ഓഫ് സെറ്റ് ഓഫ് മെഷർ സീറോ ആണല്ലോ, അതേപോലെ ഒരു കൗണ്ടബിൾ സെറ്റ് ആണല്ലോ. അപ്പോൾ എം ഓഫ് ഇ നോട്ട് സീറോ ആണെന്ന് പറയാലോ. ഈ ക്ലെയിം ചെയ്യാണ് എഫ് കണ്ടിന്യൂസ് അറ്റ് ഈച്ച് പോയിന്റ്സ് ഓഫ് എ കോമ ബി എന്ന് നമ്മൾ ക്ലെയിം ചെയ്യാണ്. അപ്പോൾ എക്സ് നോട്ട് ഇ മൈനസ് ഇ നോട്ടിൽ ഉണ്ടെന്ന് എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് ആണെന്നാണല്ലോ. അപ്പോൾ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ. ഇനി നമുക്ക് എന്തറിയാം, ഫൈ എൻ ഓഫ് എക്സും സൈ എൻ ഓഫ് എക്സ് നോട്ടും ഫൈ എൻ ഓഫ് എക്സ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് നോട്ട് ആണല്ലോ. സോ നമ്മളൊരു എൻ നോട്ടിനെ എടുക്കുകയാണ്. എങ്ങനെയാണ്, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ എൻ ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എപ്സിലോൺ എന്നുള്ള ഈ ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തറിയാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, എക്സ് നോട്ട് എന്താണ്, ഈസ് നോട്ട് എ പാർട്ടീഷൻ ഓഫ് പി എൻ നോട്ട് എന്ന് പറയാം. അതിനാൽ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോന്ന് എടുക്കുകയാണ്. സച്ച് ദാറ്റ് എന്താണ്, ഓപ്പൺ ഇൻ്റർവൽ എക്സ് നോട്ട് മൈനസ് ഡെൽറ്റയും എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റയും എന്താണ്, സബ്സെറ്റ് ഓഫ് ഐ എൻ നോട്ട് ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇത് ഇതിനെ കൊണ്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് ബൈ പി എൻ നോട്ട് വിച്ച് കണ്ടെയ്ൻ എക്സ് നോട്ടാണ്. ഇനി ഇഫ് നമ്മൾ എന്ത് പറയാം, എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ ചെയ്താലോ, മാറ്റി ചെയ്താലോ, ഫൈ എൻ ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഫൈ എൻ ഓഫ് എക്സ് ഫൈ എൻ നോട്ട് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതേപോലെ സൈ എൻ നോട്ട് ഓഫ് എക്സും സൈ എൻ നോട്ട് ഓഫ് എക്സ് നോട്ടും എഴുതാം. ഇനി ഇതിൽ നമുക്ക് ഫൈ എൻ ഓഫ് എക്സ് ഇൻഫിമം ഓഫ് ഫൈ എൻ ഓഫ് എക്സും സൈ എൻ നോട്ട് ഓഫ് എക്സും സുപ്രീം ഓഫ് ഫൈ എൻ ഓഫ് എക്സും ആണ്.
ഇനി എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ഇത് 1ഉം 2ഉം വെച്ച് നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാം. എഫ് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് ആണ്. സോ നമ്മൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി കോൺവേഴ്സ് ആണ്. കോൺവേഴ്സിൽ നമുക്ക് എന്തറിയാം, എഫ് കണ്ടിന്യൂസ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റും ആണെന്ന് നമ്മൾ പറയാം. ഇനി ക്ലെയിം എന്താണ്, എഫ് റീമൻ ഇൻറ്റഗ്രബിൾ ആണല്ലോ. അപ്പോൾ നമ്മളൊരു സീക്വൻസ് പി എന്നിൽ എടുക്കുകയാണ്. അതെന്താണ്, സീക്വൻസ് ഓഫ് പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് എ ബി ആണ്. അവിടെ എന്താണ്, ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ഗ്യാപ്പ് പി എൻ 0 ആണ്. ഗ്യാപ്പ് പി എൻ എന്താണ്, മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കൺസിക്യൂട്ടീവ് പോയിൻറ്റ്സ് ഓഫ് പാർട്ടീഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ പി എന്നിന് എന്താക്കി എടുക്കുകയാണ്, സെറ്റ് എ ഈക്വൽ ടു എക്സ് നോട്ട് ലെസ് ദാൻ എക്സ് വൺ എക്സെട്രാ ലെസ് ദാൻ എക്സ് എൻ ഈക്വൽ ടു പി. ഇനി സച്ച് ദാറ്റ് എന്താണ്, ഗ്യാപ്പ് പി എൻ ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 മോഡാണ്. ഇതാണ് എന്ത്, നമ്മളുടെ പി എൻ എന്ന് പറയുന്നത് നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ ക്ലെയിം ചെയ്യാണ് ഇത് ഈക്വൽ ടു 0 എന്ന്. ഓക്കെ, ഇത് വെരിഫൈ ചെയ്യാൻ നമുക്ക് എന്തറിയാം, ഫ്രം ഫോളോയിങ് എസ്റ്റിമേറ്റ് ഓഫ് അപ്പർ ആൻഡ് ലോവർ ഇൻറ്റഗ്രൽസ് നമുക്ക് എന്തറിയാം, 0 ലെസ് ദാൻ ഈക്വൽ ടു എ ടു ബി ബാർ എഫ് മൈനസ് ഇൻറ്റഗ്രൽ എ ബാർ ടു ബി എഫ് ലെസ് ദാൻ ഈക്വൽ ടു എന്താണ്, യു പി എഫ് എൻ മൈനസ് എൽ പി എൻ എഫ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഷോ ചെയ്യേണ്ടത് ഇത് 0 ആണെന്നല്ലേ. അപ്പോൾ നമുക്ക് എന്തറിയാം, ഈ എ ടു ബി ബാർ ഇൻറ്റഗ്രൽ എഫും എ ബാർ ടു ബി ഇൻറ്റഗ്രൽ എഫും 0 ആണ്. അതായത് എഫ് റീമൻ ഇൻറ്റഗ്രബിൾ ആണെന്ന് കിട്ടിയല്ലോ. ഇനി ഫൈനും സൈനും ലോവർ അപ്പർ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ഇതിൻ്റെ ഈക്വൽ ടു ഈ ഒരു ലിമിറ്റ് ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, റീമൻ ഇൻറ്റഗ്രൽ സ്റ്റെപ്പ് ഫംഗ്ഷൻ നമുക്ക് ഈക്വൽ ടു ലിബേക്ക് ഇൻറ്റഗ്രൽ ആണ് നമുക്കറിയാമല്ലോ. ഇനി എഫ് ബൗണ്ടഡ് കൂടി ആയതുകൊണ്ട് ഇവരും എന്തായിരിക്കും, സീക്വൻസ് ഐനും സീക്വൻസ് ഫൈനും യൂണിഫോംലി ബൗണ്ടഡ് ആയിരിക്കും. അപ്പം ഇനി നമ്മൾ ബൗണ്ടഡ് കൺവേർജൻസ് തിയറം പ്രകാരം ആ ഒരു തിയറം നമ്മൾ ഫൈനിലേക്കും സീക്വൻസ് ഫൈനിലേക്കും സീക്വൻസ് ഐനിലേക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഇതിലൂടെ നമുക്ക് എന്ത് കിട്ടും, ഫൈ എൻ കൺവേർജസ് ടു എഫ് എന്നും സൈ എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് എന്നും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓൾ പോയിന്റ്സ് ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് എഫ് അതർ ദാൻ പാർട്ടീഷൻ പോയിൻറ്റ്സ് ഓപ്പൺ എ ബി ആണ്. അപ്പോൾ എക്സ് നോട്ട് എന്ത് ചെയ്യുക, പി പോയിന്റ് എടുക്കുക. അതെന്താണ്, അതെന്തല്ല, സച്ച് ദാറ്റ് എങ്ങനെ, ഇറ്റ് ഈസ് നോട്ട് എ പാർട്ടീഷൻ പോയിന്റ് ഓഫ് എനി പാർട്ടീഷൻ. അതായത് അതൊരു പാർട്ടീഷൻ പോയിന്റ് ഓഫ് എനി പാർട്ടീഷൻ അല്ല എന്നുള്ള രീതിയിൽ ഒരു എക്സ് നോട്ടിന് എടുക്കുകയാണ്. പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് സൈ എൻ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്നും ലിമിറ്റ് ഫൈ എൻ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്നും പ്രൂവ് ചെയ്യണം. അപ്പം ഒരു ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ആണ്. സച്ച് ദാറ്റ് എങ്ങനെയാണ്, എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് എപ്സിലോൺ ബൈ 2 ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എപ്സിലോൺ ബൈ 2 എന്ന് എടുക്കുകയാണ്. എപ്പം ഇഫ് എക്സ് മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ഇത് നമ്മൾ 3 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി നമ്മളൊരു ഇൻഡെക്സ് എന്നിന് എടുക്കുകയാണ്. അവിടെ എന്താണ്, ഗ്യാപ്പ് പി എൻ ലെസ് ദാൻ ഡെൽറ്റ ആണ് ഇഫ് എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ ആണെങ്കിൽ. അതേപോലെ ഐ എൻ എന്താണ്, ഓപ്പൺ ഇൻ്റർവൽ ആണ്, ഓപ്പൺ പാർട്ടീഷൻ ഇൻ്റർവൽ ആണ്, ഡിറ്റർമൈൻഡ് ബൈ പി എൻ ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഐ എൻ സബ്സെറ്റ് ഓഫ് എക്സ് നോട്ട് മൈനസ് ഡെൽറ്റയും എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റയാണ്. അപ്പോൾ നമ്മൾ മോളിൽ എടുത്തിരിക്കുന്ന ഈ 3 പ്രകാരം നമുക്ക് എന്ത് പറയാം, ഇങ്ങനെ എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് എപ്സിലോൺ ബൈ 2 ലെസ് ദാൻ ഈക്വൽ ടു ഫൈ എൻ ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു ഫൈ എൻ ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എപ്സിലോൺ ബൈ 2. അതിനെ നമുക്ക് എന്ത് ചെയ്താം, 0 ലെസ് ദാൻ ഈക്വൽ ടു ഫൈ എൻ ഓഫ് എക്സ് നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാം. അതേപോലെ രണ്ടിനെ സ്പ്ലിറ്റ് ആക്കി എഴുതാം. ഒന്ന് സൈൻ ഓഫ് എക്സ് നോട്ടിൻ്റെ ഒന്ന് ഫൈൻ ഓഫ് എക്സ് നോട്ടിൻ്റെ സ്പ്ലിറ്റ് ആക്കി എഴുതാലോ. ഇനി നമുക്ക് എന്താ പറയുക, ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി സൈ എൻ ഓഫ് എക്സ് നോട്ട് എന്താണ്, എഫ് ഓഫ് എക്സ് നോട്ട് ആണെന്ന് കിട്ടി, ഫൈ എൻ ഓഫ് എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് നോട്ട് ആണെന്ന് കിട്ടി. അതെന്താണ്, ഇവർ രണ്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. അതായത് എന്താണ്, ഇവരുടെ ഇൻറ്റഗ്രൽ എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എന്താണ്, ഇവരുടെ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ ഓവർ എ ബി ഫൈൻ മൈനസ് സൈ എൻ എന്താണ് 0 ആണ്.